KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. RSC ദുബൈ സോൺ സാഹിത്യോത്സവ് നാളെ മൊഹൈസിന ഗൾഫ് മോഡൽ സ്കൂളിൽ. അബുദാബി സോൺ സാഹിത്യോത്സവ് മുസഫയിൽ. സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈയെടുക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. നിയമന വിവാദത്തിൽ ആരോപണ വിധേയനായ EP ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെക്കും. നാളെ നടക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റോടെ രാജി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് നടത്തിയ ഹർത്താലിൽ വ്യാപക അക്രമം. തീവ്രവാദം, മതപരിഷ്കരണം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് മാനവരക്ഷാ ക്യാമ്പയിന് ഈ മാസം 15-ന് തുടക്കം. മാപ്പിള മലബാറിന്റെ സാമൂതിരിയോർമ്മകൾ മാനവസംഗമത്തിന്റെ ഭാഗമായി കുറ്റിച്ചിറയിൽ നാളെ സ്മൃതി സംഗമം. വിശദമായ വാർത്തകളിലേക്ക്. ബന്ധുനിയമന വിവാദത്തിൽ ആരോപണ വിധേയനായ EP ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെക്കും. നാളെ നടക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റോടെ രാജി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും കൈയൊഴിഞ്ഞതോടെയാണ് ജയരാജൻ രാജിക്കൊരുങ്ങുന്നത്. ഇന്നലെ വൈകിട്ട് AKG സെന്ററിലെത്തി കോടിയേരിയുമായി നടത്തിയ 1.5 മണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ചയിൽ EP ജയരാജൻ രാജിസന്നദ്ധത അറിയിച്ചിരുന്നു. വ്യവസായ വകുപ്പ് EP-യിൽ നിന്ന് എടുത്തുമാറ്റി താത്കാലിക പരിഹാരമുണ്ടാക്കാനുള്ള സാധ്യതകളായിരുന്നു നേതൃത്വത്തിന്റെ മനസ്സിൽ. എന്നാൽ സർക്കാർ അധികാരത്തിലേറിയ ശേഷം വ്യവസായ വകുപ്പ് നടത്തിയ നിയമനങ്ങളുടെ പട്ടിക ജയരാജൻ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിരുന്നു. ഇതിൽ പാർട്ടി ഇടപെട്ട് വിലക്കിയ നിയമനങ്ങൾ പോലും നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിജിലൻസിന് ലഭിച്ച നിയമോപദേശം ഉൾപ്പെടെയുള്ള തുടർ സംഭവങ്ങളും കാര്യങ്ങൾ മാറ്റിമറിച്ചു. മന്ത്രിസഭാ യോഗത്തിൽ നിലപാട് വിശദീകരിക്കാൻ ശ്രമിച്ച EP-യെ മുഖ്യമന്ത്രി തടഞ്ഞതോടെ കാര്യങ്ങൾ വ്യക്തമാവുകയായിരുന്നു. ഇതോടെയാണ് രാജിവെക്കാനുള്ള തീരുമാനം അദ്ദേഹം ഉറപ്പിക്കുന്നത്. ഉച്ചയോടെ AKG സെന്ററിലെത്തിയ പിണറായിയും കോടിയേരിയും സ്ഥിതിഗതികൾ വിലയിരുത്തി. നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ EP ജയരാജൻ ഒറ്റപ്പെടുമെന്നതിൽ സംശയമില്ല. കണ്ണൂരിൽ നിന്നു തന്നെയുള്ള നേതാക്കൾ കടുത്ത നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. മന്ത്രി EP ജയരാജനെതിരെ ത്വരിത പരിശോധനയ്ക്ക് വിജിലൻസ് ഉത്തരവിട്ടിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടറാണ് ഉത്തരവിട്ടത്. പിണറായിയിൽ BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് BJP ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വ്യാപക അക്രമം. BJP നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെയും അക്രമമുണ്ടായി. ഇന്ത്യൻ എക്സ്പ്രസ് ലേഖകൻ കമൽ ശങ്കർ, മാതൃഭൂമി.com ലേഖകൻ SR ജിതിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സ്റ്റാച്യു ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന CPM കൊടിമരവും ഫ്ലക്സും തള്ളി തകർക്കുന്നത് ചിത്രീകരിക്കുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ അക്രമമുണ്ടായത്. തൃശൂർ, ചേർത്തല എന്നിവിടങ്ങളിലും BJP മാർച്ചിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ അക്രമമുണ്ടായി. കോഴിക്കോട് പെരുവയൽ മുണ്ടക്കലിൽ BJP പ്രവർത്തകൻ മനുവിന്റെ പലചരക്ക് കടക്ക് അക്രമികൾ തീയിട്ടു. കുന്നമംഗലത്ത് വിവാഹ പാർട്ടി സഞ്ചരിച്ച വാഹനം സമരാനുകൂലികൾ എറിഞ്ഞു തകർത്തു. സംസ്ഥാന വ്യാപകമായി BJP പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. KSRTCയും പരിമിതമായ സർവീസുകൾ മാത്രമാണ് നടത്തിയത്. ഇരുചക്രവാഹനങ്ങളും ചിലയിടങ്ങളിൽ തടഞ്ഞിട്ടുണ്ട്. കണ്ണൂർ സിറ്റിയിൽ വെട്ടേറ്റ അഴീക്കോട് സ്വദേശി ഫാറൂഖ് മരിച്ചു. അക്രമത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസ് അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് വെറ്റിലപ്പള്ളി റൌഫ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. CPM പ്രവർത്തകനായിരുന്ന പാതിരിയോട് മോഹനനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 2 RSS പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രൂപേഷ്, രാഹുൽ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. കണ്ണൂരിലെ RSS കാര്യാലയത്തിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. തിങ്കളാഴ്ചയാണ് കള്ളുഷാപ്പ് തൊഴിലാളിയായ മോഹനനെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. രാവിലെ ഷാപ്പിലെത്തിയ മുഖംമൂടി ധരിച്ച ഒരു സംഘം മോഹനനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈയെടുക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. പ്രതികാര രാഷ്ട്രീയവും അക്രമരാഷ്ട്രീയവും ഉപേക്ഷിച്ച് സമാധാനപരമായ സഹവർത്തിത്വം ഉറപ്പാക്കണം. അധികാരത്തിന്റെ പേരിലും രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിലും എതിരാളികളെ വകവരുത്തുന്നത് അപലപനീയമാണ്. നാട്ടിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പുവരുത്താനും രാഷ്ട്രീയ പാർട്ടികളും സമാധാനകാംക്ഷികളും അഭിപ്രായ സമന്വയത്തിലെത്തണം. ജനങ്ങൾക്കിടയിൽ ഭീതിയും ഭയവിഹ്വലതയും സൃഷ്ടിക്കുകയും സമാധാനം തകർക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
ചോരയ്ക്ക് പകരം ചോര എന്ന അവസ്ഥക്ക് അറുതി വരുത്താൻ സമാധാനകാംക്ഷികളായ ജനാധിപത്യ വിശ്വാസികൾ മുന്നിട്ടിറങ്ങണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഗവർണർ ആശങ്ക അറിയിച്ചു. പ്രതികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഗവർണർ DGPക്ക് നിർദ്ദേശം നൽകി. കണ്ണൂരിൽ അടിക്കടി രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ടായ പശ്ചാത്തലത്തിലാണ് ഗവർണർ യോഗം വിളിച്ചത്. DGPയും ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയും യോഗത്തിൽ പങ്കെടുത്തു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് DGP അറിയിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മൂവർണ്ണക്കൊടി പാറട്ടെ, സ്വാതന്ത്ര്യം കളിയാടട്ടെ, സർവസമത്വം വിളയട്ടെ, സൗഹൃദ ഭൂവിതു വാഴട്ടെ. മൂവർണ്ണക്കൊടി പാറട്ടെ, സ്വാതന്ത്ര്യം കളിയാടട്ടെ, സർവസമത്വം വിളയട്ടെ, സൗഹൃദ ഭൂവിതു വാഴട്ടെ. വിശ്വവനത്തിലെ പൂക്കളം ഇതു പരിമളം വീശിയ മലരിളം. വിശ്വവനത്തിലെ പൂക്കളം ഇതു പരിമളം വീശിയ മലരിളം. ചാതുർദിശകളിൽ അനഘസുമങ്ങൾ, ചാരുതയായി നിറവൈജാത്യങ്ങൾ, ജനകൂടികളിൽ മാതൃസമം മധുവേകും ഭാരതം, ആ ഭാരതം. മൂവർണ്ണക്കൊടി പാറട്ടെ, സ്വാതന്ത്ര്യം കളിയാടട്ടെ, സർവസമത്വം വിളയട്ടെ, സൗഹൃദ ഭൂവിതു വാഴട്ടെ. മൂവർണ്ണക്കൊടി പാറട്ടെ, സ്വാതന്ത്ര്യം കളിയാടട്ടെ, സർവസമത്വം വിളയട്ടെ, സൗഹൃദ ഭൂവിതു വാഴട്ടെ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സർഗവസന്തത്തിന്റെ കയ്യൊപ്പ് ചാർത്തി മാപ്പിള മലയാളത്തിന്റെ മാത്സര്യം നിറഞ്ഞ കലാവിസ്മയം സാഹിത്യോത്സവ് അറേബ്യൻ മണ്ണിൽ വീണ്ടും സാക്ഷ്യമാവുകയാണ്. പ്രവാസ കൗമാര യൗവനം ആവേശകരമായ മത്സരച്ചുവടുകൾക്കൊപ്പം കലാസാഹിത്യ പ്രേമികളിൽ കുളിരണിയിച്ചും തേന്മഴ തീർത്തും ഇശലിന്റെ സാഗരങ്ങൾ തീർക്കുമ്പോൾ അവിസ്മരണീയമായ കലാമുഹൂർത്തം ആസ്വദിക്കാനും സായുജ്യം കൊള്ളാനും പ്രവാസി ജനത തയ്യാറെടുത്തു കഴിഞ്ഞു. റിസാല സ്റ്റഡി സർക്കിൾ RC ദുബൈ സോൺ സാഹിത്യോത്സവ് നാളെ നടക്കും. ദുബൈ മൊഹൈസിന ഗൾഫ് മോഡൽ സ്കൂളിലാണ് 8ാമത് എഡിഷൻ സാഹിത്യോത്സവ് നടക്കുന്നത്. 1400 പ്രതിഭകൾ മാറ്റുരച്ച 55 സാഹിത്യോത്സവങ്ങളിൽ നിന്നും 350 ജേതാക്കളാണ് സോൺ സാഹിത്യോത്സവിൽ മത്സരത്തിനുള്ളത്. 50 ഇനങ്ങളിൽ 7 ടീമുകളായി 5 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. 10 പ്രദർശന സ്ക്രീനുകളും നഗരിയിൽ ഒരുക്കുന്നുണ്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. RC റിയാദ് അൽഖറജ് സെക്ടർ സാഹിത്യോത്സവ് നാളെ വൈകിട്ട് 3:30 മിഡിൽ ഈസ്റ്റ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടക്കും. RC അൽഖറജ് സെക്ടർ ചെയർമാൻ സ്വാദിഖ് സഖാഫി കോടത്തൂരിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉദ്ഘാടന സെഷൻ മിഡിൽ ഈസ്റ്റ് സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ അബ്ദുസലാം പെരുമ്പാവൂർ ഉദ്ഘാടനം ചെയ്യും. RC റിയാദ് സോൺ ചെയർമാൻ ഷറഫുദ്ദീൻ നിസാമി, ജനറൽ കൺവീനർ സലീം പട്ടുവം, സംഘടനാ കൺവീനർ അസീസ് സഖാഫി, കലാലയം കൺവീനർ ലത്തീഫ് തിരുമ്പാടി തുടങ്ങിയവർ പങ്കെടുക്കും. റിസാല സ്റ്റഡി സർക്കിൾ സലാല സോൺ സാഹിത്യോത്സവ് വർണ്ണാഭമായ പരിപാടികളോടെ സമാപിച്ചു. സലാലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും യുവാക്കളും കലാസാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഡോക്ടർ നിസ്താർ ഉദ്ഘാടനം ചെയ്തു. നാസറുദ്ദീൻ സഖാഫി കോട്ടയം മുഖ്യപ്രഭാഷണം നടത്തി. ഖാരി സയ്യിദ് അഹമ്മദ് അൽ ഉസ്മാനി ഖിറാഅത്ത് നടത്തി. തീവ്രവാദം, മതപരിഷ്കരണം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന തലവാചകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ആചരിക്കുന്ന മാനവരക്ഷാ ക്യാമ്പയിനിന് ഈ മാസം 15 തുടക്കമാവും. മാനവകുലത്തിന് ഭീഷണിയായി വളർന്നുവരുന്ന തീവ്രവാദ ഭീകരചിന്തയെയും പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കുന്നതിനും അവയുടെ ദുരന്തഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും വൈവിധ്യമാർന്ന കർമ്മ പദ്ധതികൾ ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നടപ്പാക്കും. യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസി തീവ്രവാദിയോ ഭീകരവാദിയോ ആവില്ല. മതവ്യതിയാനി ചിന്തകളും മതപരിഷ്കരണവാദവുമാണ് ലോകത്തെമ്പാടും തീവ്ര ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വിപുലമായ സെമിനാറുകളും സംവാദങ്ങളും പ്രഭാഷണങ്ങളും സമ്മേളനങ്ങളും ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ഒക്ടോബർ അവസാനവാരം സംസ്ഥാനത്തെ 132 സോണുകളിൽ ക്യാമ്പയിനിന്റെ ഭാഗമായി വിപുലമായ സമ്മേളനങ്ങളും സംഘടിപ്പിക്കും. നവംബർ 30 വരെയുള്ള 1.5 മാസക്കാലമാണ് ക്യാമ്പയിൻ ആചരിക്കുന്നത്. കാരന്തൂർ മർക്കസിൽ ചേർന്ന സംസ്ഥാന പ്രവർത്തക സമിതി സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു.
കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, കെ മുഹമ്മദ് അലി ഹാജി, പ്രൊഫസർ KM റഹീം, PC ഇബ്രാഹിം മാസ്റ്റർ, NK അബ്ദുറഹ്മാൻ ദാരിമി, KO അഹമ്മദ് കുട്ടി ബാക്കവി തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. വായനയിലൂടെ ആർജിച്ച വിജ്ഞാനമാണ് മനുഷ്യകുലത്തിന്റെ അത്ഭുതകരമായ ബൗദ്ധിക വികാസത്തിന് നിദാനമായതെന്നും അതുകൊണ്ട് തന്നെ പ്രവാസി സമൂഹം നല്ല വായനയിലൂടെ പ്രബുദ്ധരാകണമെന്നും ICF നാഷണൽ പ്രസിഡന്റ് സയ്യിദ് ഹബീബ് അൽ ബുഖാരി പ്രസ്താവിച്ചു. വിവിധ കാരണങ്ങളാൽ പ്രവാസി സമൂഹം നേരിടുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാൻ ഒരു പരിധിവരെ വായന സഹായകമാകുമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ജിദ്ദ മർഹബയിൽ നടന്ന പ്രവാസി വായനയുടെ സൗദി നാഷണൽ തല പ്രചാരണ ക്യാമ്പയിൻ പ്രഖ്യാപനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിജീവനത്തിന്റെ വായന എന്ന ശീർഷകത്തിൽ വിവിധ പദ്ധതികളോടെ ഒക്ടോബർ 20 മുതൽ നവംബർ 20 വരെ ആചരിക്കുന്ന പ്രവാസി വായന പ്രചാരണ ക്യാമ്പയിന്റെ ഭാഗമായി ഒക്ടോബർ 28 വായനാ ദിനമായി ആചരിക്കും. അന്നേ ദിവസം സൗദിയുടെ വിവിധ ഏരിയകളിൽ മാധ്യമപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തി സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികളിൽ വായനാ താൽപര്യം പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നവംബർ 4-ന് വായനക്കൂട്ടം സംഘടിപ്പിക്കുമെന്ന് നാഷണൽ സമിതി ചെയർമാൻ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ, കൺവീനർ ബഷീർ എറണാകുളം എന്നിവർ അറിയിച്ചു. പ്രഖ്യാപന സമ്മേളനം കൊട്ടുക്കര മുഹീദ്ദീൻ സൈദി ഉദ്ഘാടനം ചെയ്തു. ഷാഫി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ മിഡിൽ ഈസ്റ്റ് സെക്രട്ടറി മുജീബ് AR നഗർ സ്വാഗതവും അബ്ദുൽ ഖാദർ തിരുനാവായ നന്ദിയും പറഞ്ഞു. മാപ്പിള മലബാറിന്റെ സാമൂതിരിയോർമ്മകൾ എന്ന പ്രമേയത്തിൽ നവംബർ 6-ന് കോഴിക്കോട്ട് നടക്കുന്ന മാനവ സംഗമത്തിന്റെ ഭാഗമായി SSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്മൃതി സംഗമം നാളെ വൈകുന്നേരം 5 മണി മുതൽ കുറ്റിച്ചിറയിൽ നടക്കും. കോഴിക്കോട്ടെ മതസൗഹാർദ്ദത്തിന്റെ അടയാളവാക്യമാണ് കുറ്റിച്ചിറ. നാടിന്റെ പുരോഗതിയിൽ പ്രതീക്ഷയർപ്പിച്ച് സാമൂതിരി രാജാവ് ഈ പ്രദേശം മാപ്പിളമാർക്ക് സമ്മാനിച്ചു എന്നാണ് ചരിത്രം. മാപ്പിളമാർ തങ്ങൾക്ക് സമ്മാനമായി കിട്ടിയ ഭൂമിയിൽ അധിവസിക്കുകയും സാമൂതിരി രാജാവിനോടും രാജ്യത്തോടും കടപ്പാട് കാണിക്കുകയും ചെയ്തപ്പോൾ കോഴിക്കോടിന്റെ വളർച്ചയിൽ ആ സൗഹൃദം നിർണായകമായി. സംഘർഷങ്ങളുടെ പുതിയ കാലത്ത് നല്ല ഓർമ്മകൾക്ക് സൗഹൃദത്തെ തിരിച്ചുപിടിക്കാനാകും എന്ന ആത്മവിശ്വാസമാണ് ഈ ചരിത്രങ്ങൾ സ്മരിക്കാനായി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ SSFന് പ്രചോദനമാകുന്നത്. ഇബ്രാഹിം സഖാഫി താത്തൂർ അധ്യക്ഷത വഹിക്കും. A പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യും. V അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി വിഷയാവതരണം നടത്തും. മുല്ലക്കോയ തങ്ങൾ, റിയാസ് TK സംബന്ധിക്കും. പരിപാടിയുടെ ഭാഗമായി ഖാദി മുഹമ്മദ് മക്കാം, ജിഫ്രി മക്കാം എന്നിവിടങ്ങളിൽ സിയാറത്ത് നടക്കും. നാസിഫ് കോഴിക്കോട് നയിക്കുന്ന മുഹീദ്ദീൻ മാല പാരായണവും നടക്കും. പ്രവാചക കുടുംബ പരമ്പരയിലുള്ള കേരളത്തിലെ വിവിധ കബീലകളിൽ നിന്നുള്ള സയ്യിദന്മാരെ ഒരുമിപ്പിച്ച് മർക്കസിൽ നടത്തിയ സാദാത്ത് ഡേ സമാപിച്ചു. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് സയ്യിദന്മാർ പങ്കെടുത്തു. പഠന ക്ലാസുകൾ, ആദരിക്കൽ ചടങ്ങ്, ദിക്ർ ദുആ മജ്ലിസ്, ഇഫ്താർ എന്നിവ അടങ്ങിയതായിരുന്നു സാദാത്ത് ഡേ പരിപാടികൾ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുസ്ലിംകളുടെ വൈജ്ഞാനികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് അതുല്യമായ നേതൃത്വം നൽകിയവരാണ് സയ്യിദ് കുടുംബങ്ങളെന്നും നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനപൂർണമായ അന്തരീക്ഷം സജീവമാക്കുന്നതിൽ അവരുടെ പങ്ക് ശ്രദ്ധേയമാണെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. പെരിയടുക്കയിൽ നടന്നുവരുന്ന ആയിരങ്ങൾ പങ്കെടുക്കുന്ന ബദരിയ മജ്ലിസ് ആത്മീയ സംഗമം നാളെ വൈകിട്ട് 6 മുതൽ പെരിയടുക്ക ഇബ്നു അബ്ബാസ് ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടക്കും. പ്രമുഖ പ്രഭാഷകനും മർക്കസ് മുദരിസുമായ അബ്ദുള്ള സഖാഫി പ്രഭാഷണം നടത്തും. ബദരിയ മജ്ലിസിനും കൂട്ടുപ്രാർത്ഥനയ്ക്കും സയ്യിദ് ഫഖറുദ്ദീൻ അൽ ഹദ്ദാദ് തങ്ങൾ നേതൃത്വം നൽകും. സയ്യിദ് മുഹമ്മദ് അൽ ഹദ്ദാദ് തങ്ങൾ, ഉസ്മാൻ മുസ്ലിയാർ മൊഘർ, സയ്യിദ് സൈദി കോട്ടക്കുന്ന്, മുഹമ്മദ് മുസ്ലിയാർ ചൌക്കി, അബ്ദുൽ ഖാദർ സൈദി പയോട്ട, അബ്ദുറസാഖ് സഖാഫി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ. RSC ദുബൈ സോൺ സാഹിത്യോത്സവ് നാളെ മൊഹൈസിന ഗൾഫ് മോഡൽ സ്കൂളിൽ. അബുദാബി സോൺ സാഹിത്യോത്സവ് മുസഫയിൽ. സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈയെടുക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. നിയമന വിവാദത്തിൽ ആരോപണ വിധേയനായ EP ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെക്കും. നാളെ നടക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റോടെ രാജി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് നടത്തിയ ഹർത്താലിൽ വ്യാപക അക്രമം. തീവ്രവാദം, മതപരിഷ്കരണം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് മാനവരക്ഷാ ക്യാമ്പയിന് ഈ മാസം 15-ന് തുടക്കം. മാപ്പിള മലബാറിന്റെ സാമൂതിരിയോർമ്മകൾ മാനവ സംഗമത്തിന്റെ ഭാഗമായി കുറ്റിച്ചിറയിൽ നാളെ സ്മൃതി സംഗമം. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunniOnlineClass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.